ക്രിയാറ്റിൻ കഴിച്ചു കഴിഞ്ഞാൽ മസിൽസ് ബിൽഡ് ആകുമോ എന്ന് എന്നോട് പലരും ചോദിക്കാറുണ്ട്. ക്രിയാറ്റിൻ നമ്മുടെ ബോഡിയിൽ എന്താണ് കാണിക്കുന്നതെന്ന് നമുക്ക് നോക്കാം സയന്റിഫിക്കലി. ക്രിയാറ്റിൻ എന്നാൽ നമ്മുടെ അത്ലറ്റിക് പെർഫോമൻസിനും മസിൽ ബിൽഡ് ചെയ്യാനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു സപ്ലിമെന്റ് ആണ്. ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഹൈ ഇന്റൻസിറ്റി വർക്കൗട്ട് ചെയ്യുന്നവർ, അതായത് സ്പോർട്സ് പേഴ്സൺ. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പവർ ലിഫ്റ്റിംഗ്, വെയിറ്റ് ലിഫ്റ്റിംഗ്, ബോക്സിംഗ് അത്ലറ്റ്സ് എന്നിവരാണ് ഏറ്റവും കൂടുതൽ ഇത് കൺസ്യൂം ചെയ്യുന്നത്. ശരിക്കും നമ്മൾ ക്രിയാറ്റിൻ കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള സൈഡ് എഫക്റ്റ് ഉണ്ടോ, നമ്മുടെ ബോഡിയിൽ എന്താണ് നടക്കുന്നത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. 1832 മിഷേൽ ലൂജിൻ ഷെഫോൾ എന്ന ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ് ബീഫിൽ നിന്നും ക്രിയാറ്റിനെ എക്സ്ട്രാക്ട് ചെയ്തെടുത്തത്. ക്രിയാറ്റിനകത്ത് അടങ്ങിയിട്ടുള്ള അമിനോ ആസിഡുകളായ ഗ്ലൈസിൻ, മെത്തോനൈൻ, ആർജിനൈൻ എന്നീ അമിനോ ആസിഡുകൾ മാമൽസിനാണ് ഏറ്റവും കൂടുതലുള്ളത്. ഏകദേശം 70 കിലോ ഉള്ള ഒരു വ്യക്തിക്ക് ഒരു സപ്ലിമെന്റിന്റെ സഹായമില്ലാതെ അയാളുടെ ബോഡിയിൽ ഏകദേശം 120 ഗ്രാം ക്രിയാറ്റിൻ അടങ്ങിയിട്ടുണ്ട്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ലിവറിൽ നിന്നാണ്. കൂടാതെ നമ്മുടെ ബോഡിയിൽ ക്രിയാറ്റിന്റെ 95% അടങ്ങിയിട്ടുള്ളത് നമ്മുടെ മസിൽസിലാണ്. ബാക്കി 10 to 15% ക്രിയാറ്റിൻ അടങ്ങിയിട്ടുള്ളത് നമ്മുടെ ബ്രെയിനിലും ശരീരത്തിലെ ബാക്കിയുള്ള സെല്ലുകളിലുമാണ്. ഒരു ദിവസം 1 to 2 ഗ്രാം വരെ ക്രിയാറ്റിൻ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കും. ബാക്കിയുള്ളവ ഫുഡിൽ നിന്നോ സപ്ലിമെന്റ്സിൽ നിന്നാണോ നമുക്ക് ലഭിക്കുന്നത്, പ്രത്യേകിച്ച് റെഡ് മീറ്റിൽ നിന്ന്. ഒരാളുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള പകുതി ക്രിയാറ്റിൻ കിട്ടുന്നത് അനിമൽ പ്രോട്ടീനിൽ നിന്നാണ്. എങ്കിൽ തന്നെയും വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്ക് അവരെടുക്കുന്ന ക്രിയാറ്റിന്റെ ലെവല് വളരെയധികം കുറവായിരിക്കും. എങ്കിൽ തന്നെ 1 to 2 ഗ്രാം അവരുടെ ശരീരം സ്വന്തമായി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, ചില സാഹചര്യത്തിൽ അവർക്ക് ക്രിയാറ്റിൻ ഡെഫിഷ്യൻസി വരാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. ഇത് അവരുടെ പെർഫോമൻസ് ലെവലിനെ ബാധിക്കാനുള്ള കാരണം കൂടെ ആകുന്നു. ക്രിയാറ്റിൻ നമ്മുടെ ബോഡിയിലോട്ട് പ്രവേശിക്കുന്ന ടൈമിൽ ക്രിയാറ്റിൻ ഫോസ്ഫേറ്റ് എന്നൊരു മോളിക്യൂളായിട്ട് മാറുന്നുണ്ട്. ഈ ഒരു തന്മാത്രയാണ് നമ്മുടെ മസിൽസിൽ സ്റ്റോർ ചെയ്യുന്നത്. ഈ ഒരു മോളിക്യൂളാണ് മസിൽ ഗ്രോത്തിനും മസിൽ റിക്കവറിക്കും നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. 22 റിസർച്ച് പറയുന്നത് ക്രിയാറ്റിൻ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർക്ക് സാധാരണ ആൾക്കാരെ കാട്ടിലും 14% അത്ലറ്റിക് പെർഫോമൻസ് കൂടുതലാണ്. കൂടാതെ ക്രിയാറ്റിൻ കൺസ്യൂം ചെയ്യുന്ന ടൈമിൽ വെള്ളത്തിന്റെ എമൗണ്ട് അധികമായിട്ട് വേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ കൂടുതൽ വെള്ളം ഇൻടേക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ മസിൽ ഗ്രോത്ത് ഇംപ്രൂവ് ആവുകയും നമ്മുടെ ബോഡി വെയിറ്റ് ഇൻക്രീസ് ആവാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. യൂണിവേഴ്സിറ്റി ഓഫ് സിഡ്നിയിൽ നടന്ന 6 വീക്ക് ലോങ് ടൈം സ്ട്രെങ്ത് ട്രെയിനിങ് സ്റ്റഡിയിൽ പറയുന്നത് സാധാരണ ആളുകളെ അപേക്ഷിച്ച് ക്രിയാറ്റിൻ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് 2 കിലോ വരെ മസിൽ ഗ്രോത്ത് കൂടുതലായിരിക്കും. ഈ മസിൽ ഗ്രോത്ത് സെല്ലുലാർ ഹൈഡ്രേഷൻ വഴിയാണ് നടക്കുന്നത്. ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് ക്രിയാറ്റിൻ നമ്മുടെ മസിൽ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യും എന്നത്. വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്ക് ക്രിയാറ്റിൻ സപ്ലിമെന്റ്സ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതായിട്ട് കാണാൻ കഴിയും. കാരണം അവർ നോൺ വെജ് എടുക്കാത്തത് കൊണ്ട് അവർക്ക് ഫുഡിൽ നിന്ന് കിട്ടുന്ന ക്രിയാറ്റിന്റെ എമൗണ്ട് വളരെയധികം കുറവായിരിക്കും. കാരണം നോൺ വെജ് ആയിട്ടുള്ള ആൾക്കാർക്ക് റിസൾട്ട് കുറച്ച് സ്ലോ ആയിരിക്കും. അവർക്ക് മീറ്റിൽ നിന്ന് ആവശ്യത്തിന് ക്രിയാറ്റിൻ ലഭിക്കുന്നുണ്ട്. ഇവർക്ക് ക്രിയാറ്റിന്റെ എമൗണ്ട് ബോഡിയിൽ കുറവായതുകൊണ്ട് സപ്ലിമെന്റ്സ് കൊടുക്കുന്ന ടൈമിൽ പെട്ടെന്ന് ഒരു റിസൾട്ട് ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കൂടാതെ ചില പർട്ടിക്കുലർ ആൾക്കാർക്ക് ക്രിയാറ്റിൻ കൺസ്യൂം ചെയ്യുന്നതോടെ ചില നെഗറ്റീവ് റിസൾട്ടും ഉണ്ടാവാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. എങ്കിൽ ചിലർക്ക് അത് ഉണ്ടാവാറുമില്ല. ചില ആളുകൾക്ക് ക്രിയാറ്റിൻ കൺസ്യൂം ചെയ്യുന്നതോടൊപ്പം അവരുടെ ഡീഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോൺ ഇൻക്രീസ് ആവുകയും അതിന്റെ ഫലമായി മുടി കൊഴിയുന്നുവെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. ഡീഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോൺ ആണ് നമ്മുടെ കഷണ്ടിക്കുള്ള ഏറ്റവും വലിയ കാരണം. നിങ്ങൾ അഥവാ ക്രിയാറ്റിൻ കൺസ്യൂം ചെയ്താലും ചെയ്തില്ലേലും നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കഷണ്ടി ഉണ്ട് എങ്കിൽ അത് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. കൂടാതെ ക്രിയാറ്റിൻ കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മൾ 25 ഗ്രാമിൽ കൂടുതൽ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഡയേറിയ, വയറുവേദന എന്നിവ പോലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുമാത്രമല്ല, നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. കാരണം നമ്മൾ ക്രിയാറ്റിൻ കൺസ്യൂം ചെയ്യുന്നത് എമൗണ്ട് കൂടുതലാണ്. അപ്പൊ അതിനനുസരിച്ച് വെള്ളം നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ക്രിയാറ്റിൻ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് നോർമൽ ലെവലിലോട്ട് എത്താൻ വേണ്ടിയിട്ട് 4 to 6 വീക്കെങ്കിലും വേണ്ടി വരും. നിങ്ങൾ ക്രിയാറ്റിൻ കൺസ്യൂം ചെയ്യേണ്ടത് നിങ്ങളുടെ ഏജ്, നിങ്ങളുടെ വർക്കൗട്ട്, നിങ്ങളുടെ ഡയറ്റ് എന്നിവയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾ ക്രിയാറ്റിൻ എപ്പോൾ കൺസ്യൂം ചെയ്യണം, അത് എങ്ങനെ എടുക്കണം, അതിന് ലോഡിംഗ് ഫേസ് ആണോ നല്ലത്, നോർമൽ ഫേസ് ആണോ നല്ലത് എന്നറിയണമെങ്കിൽ പാർട്ട് 2 എന്ന് പറഞ്ഞ് താഴെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതിന്റെ പാർട്ട് 2 ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി സ്ട്രക്ചർ അനുസരിച്ചും നിങ്ങളുടെ വർക്കൗട്ട് ഇന്റൻസിറ്റി അനുസരിച്ചും നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ക്രിയാറ്റിൻ എടുക്കാൻ സാധിക്കും. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഫിറ്റ്നസ് ഇൻഫർമേഷനും ഡയറ്റ് റിലേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും.